ഹലോ, വെൽക്കം ബാക്ക്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അവയുടെ ഓതേഴ്സും നമുക്കറിയാം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പൊ ക്രിക്കറ്റ് താരങ്ങൾ എഴുതിയതോ അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ചരിത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നോക്കാം. ആദ്യത്തേത് അനുപമ ജീവിതം. അനുപമ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതാരാണ്? ശങ്കരനാരായണൻ. ശങ്കരനാരായണന്റെ പുസ്തകമാണ് അനുപമ ജീവിതം. അടുത്ത് ജീവാമൃതം. ജീവാമൃതം എന്ന പുസ്തകം എഴുതിയതാരാണ്? രാജഗോപാലാണ് ജീവാമൃതം എന്ന പുസ്തകം എഴുതിയത്. അടുത്ത് പറയുന്നത് ഓർമ്മച്ചെപ്പ്. ഓർമ്മച്ചെപ്പ് ആരുടെ പുസ്തകമാണ്? എം ഹസന്റെയാണ്. എം ഹസന്റെ പുസ്തകമാണ് ഓർമ്മച്ചെപ്പ്. ഇനി മിസോറാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മിസോറാം ഗവർണർ ആയിരുന്ന ആളാണ് PS ശ്രീധരൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മിസോറാം. അടുത്തത് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന. ഇതാരുടെ കൃതിയാണ്? ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ കൃതിയാണ്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്നുള്ള കൃതി. അടുത്ത് ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം. എന്നുള്ള കൃതി ആരുടേതാണ്? ഗോപിനാഥ് മുതുകാടിന്റെയാണ്. ഗോപിനാഥ് മുതുകാടിന്റെ പുസ്തകമാണ് ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്നുള്ളത്. അടുത്തത് അവനി വാഴ്വ് കിനാവ്. എന്നുള്ള കൃതി പെരുമ്പടം ശ്രീധരന്റെയാണ്. ആരുടെ കൃതിയാണ്? പെരുമ്പടം ശ്രീധരന്റെയാണ്. ഇനി അന്ത്യവെയിലിലെ പൊന്ന്, ഇതും പെരുമ്പടം ശ്രീധരന്റെയാണ്. അപ്പോൾ അവനി വാഴ്വ് കിനാവ് പെരുമ്പടം ശ്രീധരന്റെയാണ്. അന്ത്യവെയിലിലെ പൊന്ന് എന്നുള്ള കൃതി ആരുടെയാണ്? പെരുമ്പടം ശ്രീധരന്റെയാണ്. അടുത്ത കടയ്ക്കൽ വിപ്ലവം. എന്നുള്ള കൃതി ഗോപിനാഥ പിള്ളയുടെയാണ്. കൃതിയാണ് കടയ്ക്കൽ വിപ്ലവം. അടുത്ത് ലോക്കൽ ഫിനാൻസ്, ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ. ഈ കൃതി BA പ്രകാശിന്റെ കൃതിയാണ് ലോക്കൽ ഫിനാൻസ്, ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്. അടുത്ത പെറ്റമ്മയും പോറ്റമ്മയും എന്നുള്ള കൃതി പ്രഭാവർമ്മയുടെയാണ്. അപ്പോൾ പ്രഭാവർമ്മയുടെ കൃതിയാണ് പെറ്റമ്മയും പോറ്റമ്മയും. ഇനി കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ്. ഇതാരുടെ കൃതിയാണ്? MK സാനു മാസ്റ്ററിന്റെയാണ്. സാനുവിന്റെ കൃതിയാണ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്നുള്ളത്. അടുത്ത് കുന്തി ദേവി MK സാനുവിന്റെ തന്നെ കൃതിയാണ്. അപ്പൊ കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്നുള്ളത് MK സാനുവിന്റെയാണ്. കുന്തി ദേവി എന്നുള്ള കൃതി MK സാനുവിന്റെയാണ്. ഇനി നീതിയുടെ വിളക്കുമരം എന്നുള്ള കൃതി സുനിൽ P ഇളയിടത്തിന്റെയാണ്. അപ്പൊ നീതിയുടെ വിളക്കുമരം എന്നുള്ള കൃതി ആരുടെയാണ്? സുനിൽ P ഇളയിടത്തിന്റെ കൃതിയാണ്. അടുത്ത് പോക്കുവെയിലിന്റെ കതിരുകൾ എന്ന കൃതി സത്യൻ അന്തിക്കാടിൻ്റെതാണ്. ഓക്കെ, സത്യൻ അന്തിക്കാടിന്റെ കൃതിയാണ് പോക്കുവെയിലിന്റെ കതിരുകൾ. ഇനി അപ്പുവും അച്ചുവും. ഇതാരുടെ ബുക്കാണ്? അപ്പുവും അച്ചുവും എന്നുള്ളത് സേതുവിന്റെ കൃതിയാണ് അപ്പുവും അച്ചുവും. ഇനി ഈ റുപ്പി എന്നുള്ള കൃതി ഡോക്ടർ ഇബ്രാഹിമിന്റെ പുസ്തകമാണ് ഈ റുപ്പി എന്നുള്ള കൃതി. അടുത്ത് ആർക്കും വേണ്ടാൽ കേരയിൽ. ഇതാരുടെയാണ്? രമേശ് ചെന്നിത്തല എഴുതിയ പുസ്തകമാണ് ആർക്കും വേണ്ടാൽ കേരയിൽ. ഇനി എണ്ണത്തുള്ളികളും ഉപ്പുതരികളും. ഈ കൃതി ബെന്യാമിന്റെയാണ്. എണ്ണത്തുള്ളികളും ഉപ്പുതരികളും എന്നുള്ള പുസ്തകം. ഇനി പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കൃതിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അടുത്ത പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാളിന്റെയാണ്. അപ്പൊ പ്ലേയിങ് ഇറ്റ് മൈ വേ, എന്റെ വഴിയിലൂടെ കളിക്കുകയാണ് അല്ലെ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ള പുസ്തകം സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും പ്ലേയിങ് ടു വിൻ എന്നുള്ള പുസ്തകം ആരുടെയാണ്? സൈന നെഹ്വാളിന്റെ പുസ്തകമാണ്. ഇനി സണ്ണി ഡേയ്സ് എന്നുള്ള പുസ്തകം സുനിൽ ഗവാസ്കറിന്റെ പുസ്തകമാണ് സണ്ണി ഡേയ്സ്. അടുത്ത് അൺബ്രേക്കബിൾ എന്ന പുസ്തകം ഏതാണ്? മേരി കോമിന്റെയാണ്. അൺബ്രേക്കബിൾ എന്നുള്ള പുസ്തകം ആരുടെയാണ്? മേരി കോമിന്റെ പുസ്തകമാണ് അൺബ്രേക്കബിൾ. അടുത്തത് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നുള്ള പുസ്തകം മിൽഖ സിംഗിന്റെയാണ്. റീസെന്റ് അന്തരിച്ച ആളാണ് അല്ലെ മിൽഖ സിംഗ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. അടുത്ത് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്നുള്ള പുസ്തകം സാനിയ മിർസയുടെ പുസ്തകമാണ് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്. അടുത്ത് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്നുള്ള പുസ്തകം യുവരാജ് സിംഗിന്റെയാണ്. യുവരാജ് സിംഗിന്റെ പുസ്തകമാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അടുത്ത്
ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാവുന്നതും പ്രീവിയസ്ലി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ബുക്ക് എഴുതിയത് ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത് മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ, ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ, ഈ രണ്ട് പുസ്തകങ്ങൾ ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെയാണ്. അടുത്ത് സമരം തന്നെ ജീവിതം, സമരം തന്നെ ജീവിതം എന്നുള്ള പുസ്തകം VS അച്യുതാനന്ദന്റെയാണ്. അപ്പൊ VS അച്യുതാനന്ദന്റെ കൃതിയാണ് എന്ത്? സമരം തന്നെ ജീവിതം. അടുത്തത് തുറന്നിട്ട വാതിൽ എന്നുള്ള പുസ്തകം ബുക്ക് ആരുടെയാണ്? ഉമ്മൻചാണ്ടി എഴുതിയ പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഇനി ആത്മകഥ EMSന്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. അപ്പൊ ആത്മകഥ എന്നുള്ള പുസ്തകം, ആത്മകഥ എന്നുള്ള പേരിൽ ആത്മകഥ എഴുതിയത് ആരാണ്? EMS ആണ്. ഇനി അടുത്തത് പതരാതെ മുന്നോട്ട് എന്നുള്ള പുസ്തകം എഴുതിയത് K കരുണാകരനാണ്. K കരുണാകരന്റെ പുസ്തകമാണിത് പതരാതെ മുന്നോട്ട്. അടുത്ത് എൻ്റെ ബാല്യകാല സ്മരണകൾ എന്നുള്ള ബുക്ക് എഴുതിയത് C അച്യുതമേനോനാണ്. C അച്യുതമേനോന്റെ പുസ്തകമാണിത് എൻ്റെ ബാല്യകാല സ്മരണകൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് ആരെഴുതിയതാണ്? ദാദാബായ് നവറോജിയാണ്. അപ്പൊ ദാദാബായ് നവറോജി എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത് ദ പോവർട്ടി ആൻഡ് ഫെമിൻ എന്നുള്ള പുസ്തകം എഴുതിയത് അമർത്യ കുമാർ സെൻ ആണ്. അപ്പൊ അമർത്യ സെന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫെമിൻ. ഇനി ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ള പുസ്തകം എഴുതിയതും അമർത്യ സെൻ തന്നെയാണ്. അപ്പൊ പോവർട്ടി ആൻഡ് ഫെമിൻ എന്നുള്ള പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ള പുസ്തകം എഴുതിയത് അമർത്യ സെൻ തന്നെയാണ്. ഇനി അടുത്തത് പ്ലാൻഡ് എക്കോണമി എന്നുള്ള പുസ്തകം എഴുതിയത് M വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, അപ്പൊ M വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് പ്ലാൻഡ് എക്കോണമി. അടുത്ത് ഏഷ്യൻ ഡ്രാമ എന്നുള്ള പുസ്തകം എഴുതിയത് ഗുണ്ണർ മിർഡാലാണ്. മിർഡാലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. അടുത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ആരുടെയാണ്? ആദം സ്മിത്ത്. നമ്മൾ എക്കോണമി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് അല്ലെ, ആദം സ്മിത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച്. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത് ആദം സ്മിത്ത്. ഇനി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഗീതാഞ്ജലി എന്നുള്ള പുസ്തകം എഴുതിയത് ടാഗോർ ആണ്. ഇനി എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന 4 പുസ്തകങ്ങളാണ്. ഒന്ന് ജീവിത സ്മരണക, പിന്നെ എൻ്റെ ജീവിത സ്മരണക, അടുത്ത ജീവിത സമരം, എൻ്റെ ജീവിത കഥ, എല്ലാം ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ജീവിത സ്മരണക എഴുതിയത് VT ഭട്ടത്തിരിപ്പാടാണ്. അപ്പൊ ജീവിത സ്മരണക എന്ന പുസ്തകം എഴുതിയത് ആരാണ്? VT ഭട്ടത്തിരിപ്പാടാണ്. എൻ്റെ ജീവിത സ്മരണക എന്നുള്ള പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. എൻ്റെ ജീവിത സ്മരണക മന്നത്ത് പത്മനാഭനാണ്. ഇനി ജീവിത സമരം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? C കേശവനാണ്. ഓക്കെ, C കേശവനാണ് ജീവിത സമരം എഴുതിയത്. എൻ്റെ ജീവിത കഥ എന്നുള്ള പുസ്തകം എഴുതിയത് AK ഗോപാലനാണ്. അപ്പോൾ ഇത് 4 തെറ്റിപ്പോകാൻ കൺഫ്യൂസ് തോന്നുന്ന 4 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.